ഈ ഒഴിക്കുന്ന വെള്ളത്തിൽ തണ്ണിമത്തൻ ഒരു പീസ് കഴിച്ചാൽ നിങ്ങളിനി സ്വർഗം കാണും. നിങ്ങളിത് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ, നമ്മുടെ സ്വന്തം തണ്ണിമത്തനാണ്. എന്നാൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ എഫക്റ്റ് ഈ ഒരു തണ്ണിമത്തൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമ്മുടെ തണ്ണിമത്തൻ അച്ചാർ കേട്ടോ. അല്പം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, തിന്നാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല ഞാൻ എടുത്തിരിക്കുന്ന ഒരു കുപ്പി ഭരണിയാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, ഒരു പ്രശ്നമില്ല. ഒരു 3ഓളം നമ്മുടെ ഒരു പച്ചമുളക് നടുകൂടെ കീറി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് 3 സൈഡിലായിട്ടൊന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെള്ളം വേണം. അതും ചൂട് വെള്ളമാണ്. അത്യാവശ്യം ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മൾ 1 സ്പൂണോളം അളവിൽ ഉപ്പ് കേട്ടോ. നമ്മൾ എന്തുപ്പാണ് എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ഉപ്പും എടുക്കാം. അതോടൊപ്പം തന്നെ പഞ്ചസാര കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേ അളവ് നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇടുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. നമ്മുടെ ഒരു വിനാഗിരി നമുക്ക് ഒരു 2 3 സ്പൂൺ വരുന്ന രീതിയിലേക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് തണുപ്പിച്ചിട്ട് ഒഴിക്കുന്നതാണ് നല്ലത്. ചിലപ്പം കുപ്പി പൊട്ടാൻ സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഉരുകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആർത്തിയോട് കൂടി എടുത്ത് കഴിക്കരുത്. ഒരു 2 മണിക്കൂർ നമ്മളിത് വെയിറ്റ് ചെയ്യണം. നമ്മുടെ തണ്ണിമത്തനൊപ്പം ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഞാൻ ഒരു പീസ് എടുക്കുകയാണേ. ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഉറപ്പ് പറയുകയാണ്, ഇന്നേ വരെ നിങ്ങളിങ്ങനെ ടേസ്റ്റ് കഴിച്ചിട്ടേ ഉണ്ടാവില്ല. കൃത്യമായിട്ട് അടിപൊളി രുചിയാണ്. ഉറപ്പായിട്ടും 2 മണിക്കൂർ വെച്ച ശേഷം മാത്രം എടുക്കുക.